നമ്മുടെ മുന്നിൽ വിവിധ തരത്തിലുള്ള വികല ചിന്തകൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നതിൽ ഒന്നാണ്, ബാലിയെ നിഗ്രഹിച്ചത് ധർമ്മമാണോ എന്നൊരു ചോദ്യം ഉണ്ട്. എങ്ങനെയാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ ബാലിയെ നിഗ്രഹിച്ചത്? മറഞ്ഞു നിന്നാണ്. അതാണ് അതിന് കാരണം പറയുന്നത്. ശ്രീരാമൻ ഭഗവാന്റെ സ്വരൂപനാണെങ്കിൽ എന്തിനാണ് ബാലിയെ നിഗ്രഹിക്കാൻ ഒളിച്ചു നിന്ന് അമ്പെയ്തത്? അതൊരു ചതിയല്ലേ എന്ന ഒരു ചോദ്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇവിടെ സീതാന്വേഷണത്തിന് വേണ്ടി സീതയെ തെരഞ്ഞു കണ്ടെത്തുവാൻ ആ യുദ്ധത്തിൽ രാവണനോടൊപ്പം യുദ്ധം ചെയ്ത് വിജയിക്കുന്നതിനും വേണ്ടി യഥാർത്ഥത്തിൽ സുഗ്രീവനുമായി ഒരു സഖ്യത്തിൽ ഭഗവാൻ ഏർപ്പെട്ടു. ഇവിടെ സുഗ്രീവനാകട്ടെ ആ സഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാനെ തിരിച്ച് ഈ സീതാന്വേഷണത്തിന് സഹായിക്കാമെന്ന് വാക്കുകൊടുക്കുന്ന സമയം സുഗ്രീവൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, അദ്ദേഹം തൻ്റെ കിഷ്കിന്ധ എന്ന രാജ്യത്ത് നിന്നും ജ്യേഷ്ഠനായ ബാലിയെ ഭയന്ന് ബാലി പ്രവേശിക്കാത്തതായ ഒരു സ്ഥലമുണ്ടെന്ന് മനസ്സിലാക്കി ആ സ്ഥലത്ത് വന്ന് ഒളിച്ച് താമസിക്കുകയാണ്. ബാലി ഒരു അസുരനുമായി, ഒരു മായാവിയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഒരു ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ച സമയത്ത് ബാലി അനുജനായ സുഗ്രീവനോട് പറഞ്ഞു, ഞാൻ ഈ അസുരനെ നേരിട്ട് പരാജയപ്പെടുത്തി തിരികെ വരുന്നത് വരെ നീ ഇവിടെ കാത്തു നിൽക്കണം. ഈ അസുരനെ പരാജയപ്പെടുത്തി തിരികെ വരുന്ന സമയത്തിനുള്ളിൽ ഇതിനുള്ളിൽ നിന്ന് ഒഴുകി വരുന്ന ദ്രവ്യങ്ങളുടെ നിറം നോക്കി ഞാനാണോ അസുരനാണോ ജയിച്ചത് എന്ന് നിശ്ചയിക്കാനും നിനക്ക് അനുവാദമുണ്ട്. നാളുകളേറെ ആ യുദ്ധം നടന്നു. ബാലി മരണപ്പെട്ടാൽ പുറത്തേക്ക് ഒഴുകുമെന്ന് പറഞ്ഞ ആ ദ്രവ്യ നിറം അസുരൻ തൻ്റെ മായയാൽ സൃഷ്ടിച്ചതുകൊണ്ട് സുഗ്രീവന് ബാലി മരിച്ചു എന്ന് സങ്കല്പിക്കേണ്ടി വന്നു. അസുരൻ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാൻ, മായാവി രക്ഷപ്പെടാതിരിക്കാൻ വലിയ ഒരു ശില കൊണ്ട് ഗുഹാകവാടം അടച്ച് ബന്ധിച്ച് സുഗ്രീവൻ നേരെ തിരികെ എത്തി കിഷ്കിന്ധയിൽ ബാലിക്ക് പകരം രാജാവായി. യഥാർത്ഥത്തിൽ ബാലി മരിച്ചിട്ടുണ്ടായിരുന്നില്ല, മായാവി തൻ്റെ മായയാൽ ചെയ്തിട്ടുള്ള ഒരു ചതിയായിരുന്നു. പക്ഷേ ഇതിനകത്ത് സുഗ്രീവന് അത് നേരിട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു എന്നുള്ള സങ്കല്പത്തോടു കൂടി അദ്ദേഹം രാജ്യം അനാഥമാകാതിരിക്കാൻ രാജ്യഭരണം കയ്യാളി. ഈ രാജ്യഭരണം കയ്യാളി മുന്നോട്ട് പോകുന്ന വേളയിലാണ് ഇവിടേക്ക് ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് രക്ഷപ്പെട്ട ബാലി തിരികെ വരുന്നത്. ബാലി തിരികെ വന്ന സമയത്ത് തൻ്റെ അനുജൻ രാജ്യത്തെ മോഹിച്ച് താനും ഗുഹയ്ക്കുള്ളിൽ കയറിയപ്പോൾ ആ ഗുഹാകവാടം ബന്ധിച്ച് പോയതാണ് എന്ന് തെറ്റിദ്ധരിച്ചു ആര്? ബാലി. യഥാർത്ഥത്തിൽ മായാവിയുടെ പ്രകടനം കൊണ്ടാണ് ഈ ഒരു പ്രശ്നമുണ്ടായതെന്ന യാഥാർത്ഥ്യം ബാലിയും മനസ്സിലാക്കിയിട്ടില്ല. ഈ രണ്ട് ഭാഗത്തും പ്രശ്നമുണ്ട്. ആ സമയത്ത് ബാലി അനുജനായ സുഗ്രീവനെ രാജ്യത്ത് നിന്ന് അടിച്ചു പുറത്താക്കുക മാത്രമല്ല, ആ അനുജൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി മാറ്റുകയും, ബലാൽ ഭാര്യയാക്കി മാറ്റുകയും ആര് ചെയ്തു? ഈ ബാലി ചെയ്തു. അപ്പോൾ സുഗ്രീവൻ ബാലിയെ ഭയന്ന് ബാലിക്ക് ഒരിക്കലും പ്രവേശിക്കാൻ പറ്റില്ല എന്നൊരു മുനിയുടെ ശാപമുണ്ടായിരുന്ന ഒരു പർവ്വതത്തിൽ ഹനുമാനോടൊപ്പവും ജാമ്പവാൻ എന്ന തുടങ്ങിയ മന്ത്രിമാരോടൊപ്പം ഒരുമിച്ച് വസിക്കുന്ന വേളയിലാണ് സീതാന്വേഷണത്തിന് വേണ്ടി രാമലക്ഷ്മണന്മാർ ഇങ്ങനെ വനത്തിലൂടെ കടന്നു വരുന്നത്. ആ രാമലക്ഷ്മണന്മാരെ തങ്ങളുടെ അടുത്തേക്ക് ഹനുമാനാൽ കൂട്ടിക്കൊണ്ടുവന്ന് പരസ്പരം തിരിച്ചറിഞ്ഞ് പരസ്പരം ഒരു സഖ്യമുണ്ടാക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്ത് മുന്നോട്ട് പോകാമെന്നൊരു സഖ്യത്തെ സൃഷ്ടിച്ചു. ആ സഖ്യത്തിൻ്റെ ഉടമ്പടി പ്രകാരം ശ്രീരാമൻ ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവന് സമാധാനം കൊടുക്കുകയും അതിന് പകരമായി സുഗ്രീവൻ സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് സീതയെ വീണ്ടെടുക്കാനും വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും കൂടെ സഹായിക്കാം എന്നുള്ള നിലയിലുള്ള സഖ്യം ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ ബാലിക്ക് വിശിഷ്യ ഒരു വരബലം കൂടിയുണ്ട്. ബാലി ഒരു വരം നേടിയിട്ടുള്ള ആളാണ്. ആര് തനിക്കെതിരെ വന്നു നിന്നാലും അവരുടെ ശക്തി
ചോർന്ന് തന്നിലേക്ക് വരുമെന്നൊരു വരം ആർക്ക് നേടിയിട്ടുണ്ട്? ബാലി നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാലി ഉഗ്രപ്രതാപിയുമാണ്. ആ ബാലിയെയാണ് നിഗ്രഹിക്കാൻ ഭഗവാൻ വാക്ക് കൊടുക്കുന്നത് സുഗ്രീവന്. അങ്ങനെ ആ വാക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സുഗ്രീവനെയും കൂട്ടി ഭഗവാൻ ബാലിയുടെ കൊട്ടാരത്തിനടുത്തേക്ക് എത്തും. എത്തിയതിനു ശേഷം സുഗ്രീവനോട് പറയും, ബാലിയെ യുദ്ധത്തിനായി വെല്ലുവിളിക്കാൻ പറയും. ഭഗവാൻ ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് മറഞ്ഞു നിന്ന് തൻ്റെ അസ്ത്രമെയ്ത് ബാലിയെ വധിക്കാം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മറഞ്ഞു നിൽപ്പ് വന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ബാലിക്കൊരു വലിയ വരം ലഭിച്ചിട്ടുണ്ട്. ആ വരം ലഭിച്ചത് എന്താ? നേരെ മുന്നിൽ വന്നാൽ ആ മുന്നിൽ വന്ന് നിൽക്കുന്നതിന് ആരാണെങ്കിലും അവരുടെ ശക്തി ആരിലേക്ക് ചേരും? ബാലിയിലേക്ക് ചേരും. അങ്ങനെ ശക്തി ചോർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും ബാലിയെ നിഗ്രഹിക്കാൻ സാധ്യമല്ല. ഇതാണ് ബാലി. യഥാർത്ഥത്തിൽ ബാലി ഇങ്ങനൊരു വരം ചോദിച്ചു വാങ്ങിയ ആ വരത്തിലൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണവും വന്നു ചേരുന്നത്. നമ്മൾ അത്യാഗ്രഹത്തോടുകൂടി എന്ത് ചോദിച്ചാലും, അമിതാഗ്രഹത്തോടുകൂടി പ്രകൃതിക്ക് വിരുദ്ധമായി എന്താവശ്യപ്പെട്ടാലും ആ ആവശ്യപ്പെടുന്നതിലൂടെ തന്നെയായിരിക്കും നമ്മുടെ നാശം എന്നുകൂടി ഇവിടെ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ ജനിച്ച ഏതൊരാൾക്കും മരണം എന്നത് സ്വാഭാവികമായിട്ട് എന്താണ്? വന്നു ചേരേണ്ടതാണ്. ഈ മരണം തനിക്കൊരിക്കലും വരാതിരിക്കാനും ഉഗ്രപ്രതാപശാലിയായി നിൽക്കാനുമാണ് ബാലി ഇങ്ങനെയൊരു വരം ചോദിച്ചത്. അത് തന്നെ യഥാർത്ഥത്തിൽ ശരിയായ ചിന്തയിലല്ല. അപ്പോൾ ആ രീതിയിലൊരു വരം കൊടുത്ത ദേവന് ആ വരം കൊടുത്ത വാക്ക് തെറ്റാവാതിരിക്കണമെങ്കിൽ അവിടെ രാമനും നേരെ മുന്നിൽ പോയാൽ പാടില്ല. കാരണം മുന്നിൽ ചെന്ന് കഴിഞ്ഞാലും രാമൻ്റെ ശക്തിയും ചോരും. അപ്പോൾ ദുർബലനായ ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിശക്തനായ ഒരാളിനെ നിഗ്രഹിക്കാൻ സാധ്യമല്ല. അപ്പം തന്നിലുള്ള ശക്തി ചോരാതെ ബാലി യഥാർത്ഥത്തിൽ ഇങ്ങനെ മറഞ്ഞു നിന്ന് തന്നെ വേണം തന്നെ ഒരാൾ വധിക്കണം. കാരണം മരണം ഉറപ്പാണ്. അപ്പം മരണം ഒരിക്കലും നേരെ വന്നല്ല ഉണ്ടാകേണ്ടത് എന്ന് ചോദിച്ചു വാങ്ങിയ ആളാണ് ആര്? ബാലി എന്ന് പറയപ്പെടുന്നത്. അപ്രകാരമാണ് ബാലി ആ വരത്തിൻ്റെ ലഭ്യത നേടിയിട്ടുള്ളത്. അങ്ങനെ സുഗ്രീവനും ബാലിയും തമ്മിൽ യുദ്ധം ചെയ്തു. ആദ്യത്തെ യുദ്ധവേളയിൽ ഇവർ തമ്മിൽ പരസ്പരം ആളെ തിരിച്ചറിയാൻ സാധിക്കാതെ വന്നു. രണ്ടാമത് ഭഗവാൻ തൻ്റെ കഴുത്തിൽ കിടന്നൊരു മാല ധരിപ്പിച്ചിട്ട് സുഗ്രീവനെ വീണ്ടും യുദ്ധത്തിന് അയച്ചു. അങ്ങനെ സുഗ്രീവനുമായി യുദ്ധം നടക്കുമ്പോൾ മാല ധരിച്ചിരിക്കുന്ന ആൾ സുഗ്രീവനാണെന്നറിയാവുന്നതുകൊണ്ട് മാല ധരിക്കാത്ത ആളിനെ ലക്ഷ്യമാക്കി അമ്പ് തൊടുത്തു. ബാലി അമ്പേറ്റ് നിലത്ത് വീണു. ഈ നിലത്ത് വീഴുന്ന സമയത്ത് ബാലി ആ നിലത്ത് കിടന്നുകൊണ്ട് രാമനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മളിന്ന് പറയുന്നത് കണക്ക് ബാലിയെ ചതിച്ചു കൊന്നു, ഒളിച്ചു നിന്ന ശ്രീരാമനാണോ മാതൃകാ പുരുഷൻ എന്നൊക്കെ ഇന്ന് നമ്മുടെ നാടുകളിൽ അനവധി ചർച്ചകൾ നടക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ബാലിയും അതുപോലെ രാമനും തമ്മിലുള്ള ആ സംവാദം നമ്മൾ മനസ്സിലാക്കണം. മുഖാമുഖം ബാലി അമ്പേറ്റ് കിടക്കുകയാണ്. ബാലി ചോദിക്കുന്നുണ്ട്, ഹേ ശ്രീരാമ, അങ്ങ് സീതയെ നേടുവാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ അമ്പെയ്തത് എങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അങ്ങ് ഒരു വാക്ക് പറഞ്ഞിരുന്നു എങ്കിൽ സീതയെ ഞാൻ അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്ന് തരുമായിരുന്നു. ആ രാവണൻ അങ്ങയുടെ മുന്നിൽ വന്ന് ക്ഷമ യാചിച്ചേനെ. എന്താ അങ്ങനെയൊക്കെ ബാലി പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ബാലിയെ ഭയമാണ് രാവണന്. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. ബാലി ഒരിക്കൽ തൻ്റെ വാലിൽ രാവണനെ ബന്ധിച്ചിരുന്നു. ബാലി അറിയാത്ത ഭാവത്തിൽ മനഃപൂർവ്വം രാവണനെ ബന്ധിച്ചിട്ട് എല്ലാ കടലുകളിലും ചാടിക്കളിച്ചു. എല്ലാ കടൽ വെള്ളത്തിലും തൻ്റെ വാല് മുക്കി അങ്ങനെ ആരെ വെള്ളം കുടിപ്പിച്ചു? രാവണനെ ആവശ്യം പോലെ വെള്ളം ആര് കുടിപ്പിച്ചു? ബാലി കുടിപ്പിച്ചിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ രാവണൻ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കി പറ്റാതെ വന്നപ്പോൾ രാവണൻ്റെ വിലാപം കേട്ട് ബാലി ഒന്നും അറിയാത്തതുപോലെ തിരിഞ്ഞു നോക്കി. അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, മനസ്സിലായില്ലേ? അറിഞ്ഞുകൊണ്ട് വാലിക്കെട്ടി രാവണനെ ഒന്ന് വട്ടം ചുറ്റിച്ചതാ. എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, അയ്യോ ആരാണ്? രാവണൻ പറഞ്ഞു, ഞാൻ ലങ്കേശനായ രാവണനാണ്. നീ എങ്ങനെ എൻ്റെ വാലിൽ വന്ന് പെട്ടത്? അത് ഞാൻ അങ്ങയുടെ വാല് കിടന്നപ്പോൾ ഒന്ന് പിടിച്ച് പൊക്കി ദൂരോട്ട് മാറ്റിയിടാൻ നോക്കിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്നു മുതൽ ഇവർ തമ്മിലൊരു സൗഹൃദമുണ്ടായി. രാവണനും ബാലിയും തമ്മിൽ സൗഹൃദമുണ്ടായി. അതുപോലെ ബാലിയെ ഉള്ളിലൊരു ഭയവും ആർക്കുണ്ട്? ഒരിക്കൽ നല്ലതുപോലെയുള്ള ഒരു ആഘാതം കിട്ടിയാൽ ആ ഭയം എന്നും ഉണ്ടാവും. ആ ഭയവും ഉണ്ട്. ഇതുകൊണ്ടാണ് ബാലി പറയുന്നത്, സീതയെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞിരുന്നു എങ്കിൽ ആ നിമിഷം
ഞാൻ കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ. ഇത് സത്യം തന്നെയുമാണ്. അപ്പം നമുക്കൊരു സംശയം വരാം, സീതയെ കൊണ്ടുകൊടുക്കാൻ ഇത്രയും കഴിവുള്ള ബാലിയെ എന്തിനാ പിന്നെ നിഗ്രഹിച്ചത്? ബാലിയോട് ചേർന്ന് രാമൻ സീതയെ വീണ്ടെടുത്താൽ പോരായിരുന്നോ എന്നൊരു ചോദ്യം വരാം. കാരണം സുഗ്രീവനേക്കാളും കരുത്തുള്ളതും നേരിട്ട് രാവണനെ നിയന്ത്രിക്കാനുള്ള തൻ്റെ ഇടമുള്ള ആളുമാണ് ആര്? ബാലി. ഇവിടെയാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്താ? രാമാവതാരത്തിൻ്റെ ഉദ്ദേശം എന്താ? വളരെ വ്യക്തമായിട്ട് ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പേ പ്രഖ്യാപിച്ചിട്ടാണ് പറഞ്ഞത്. ദശരഥ പുത്രനായി ജനിച്ച് രാവണനെ നിഗ്രഹിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ദശരഥൻ്റെ പുത്രനായിട്ട് ജനിച്ച് ഞാൻ ആരെ നിഗ്രഹിക്കും? രാവണനെ നിഗ്രഹിക്കും. അപ്പോൾ രാവണനെ നിഗ്രഹിക്കുമെന്നത് സീതയെ അപഹരിച്ചു കൊണ്ട് പോകുന്നതിനും രാമനായി ജനിക്കുന്നതിനു മുമ്പും തന്നെ നിശ്ചയിച്ച വിഷയമാണ്. പറഞ്ഞ ആഴം മനസ്സിലായോ? അതായത് സീതയെ അപഹരിച്ച കാരണം കൊണ്ടല്ല യഥാർത്ഥത്തിൽ ആരെ നിഗ്രഹിച്ചത്? രാവണനെ നിഗ്രഹിച്ചത്. അങ്ങനെയാണെങ്കിൽ രാമനായി ജനിക്കുന്നതിന് മുമ്പ് സീതാപഹരണം നടക്കത്തില്ലല്ലോ. നടക്കുമോ? ഒരിക്കലും നടക്കില്ല. അപ്പോൾ രാമനായി ജനിക്കുന്നതിനും ഏറെക്കാലം മുമ്പ് തന്നെ ഭഗവാൻ ശ്രീഹരി വിഷ്ണു ഭൂമി മാതാവിന് ഉറപ്പ് കൊടുക്കുകയാണ്, രാവണനെ നിഗ്രഹിക്കാൻ ഞാൻ ദശരഥ പുത്രനായി ജനിക്കാം. ആ ദശരഥ പുത്രനായി രാമനായി ജനിച്ചത് കൊണ്ടാണല്ലോ സീതയെ വിവാഹം കഴിക്കുകയും പിന്നീട് ഈ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ജനനത്തിന് മുമ്പ് തന്നെ രാവണ നിഗ്രഹത്തിന് ഉറപ്പ് കൊടുത്ത്. എന്തുകൊണ്ടാണ്? രാവണൻ സജ്ജന വൈരിയാണ്, സജ്ജനങ്ങളെ ദ്രോഹിപ്പിക്കുന്ന, മനസ്സിലായില്ലേ? ആ ഭഗവത് ഭക്തന്മാരായ സജ്ജനങ്ങളായ നല്ല വ്യക്തികളെ ദ്രോഹിക്കുന്ന ദുഷ്ടനാണ് ആര്? രാവണൻ. അങ്ങനെയുള്ള ദുഷ്ടനായ രാവണനെ, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്ന അവതാര ഉദ്ദേശത്തിലാണ് ഭഗവാൻ വന്നത്. പിന്നെ ഇവിടെ സീതയെ അപഹരണം എന്ന് പറയുന്നത് കേവലം ആ ജന്മത്തിലുണ്ടായ ആ നിമിഷത്തിലേക്ക് എത്താൻ, രാവണ വധത്തിലേക്ക് ഭഗവാനെ എത്തിക്കുവാനുള്ളൊരു നിമിത്തം മാത്രമാണ്. മനസ്സിലായില്ലേ? അല്ല, സീതയെ അപഹരിച്ചു എന്ന ഒറ്റ കാരണത്താലല്ല രാവണനെ വധിക്കുന്നത്. അപ്പോൾ രാവണനെ വധിക്കാൻ വേണ്ടി വന്ന ശ്രീരാമന് നേരെ രാവണനിലേക്ക് എത്താനുള്ള ഒരു നിമിത്തം, ഒരു കാരണം മാത്രമേ ഏതാവുന്നുള്ളൂ? സീതാപഹരണം എന്നുള്ളത്. ഇനി ബാലിയുമായിട്ടാണ് സഖ്യം ചേരുന്നതെന്ന് വെക്കുക. ബാലിയോട് ചെന്ന് പറയുകയാണ്, ഇങ്ങനെ എൻ്റെ ഭാര്യയെ ഈ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ബാലി എന്തായിരിക്കും പറയുന്നത്? ശരി, സീതയെ ഞാൻ അങ്ങേക്ക് കൊണ്ടുതരാം. അപ്പോൾ അവിടെ രാമൻ്റെ കഴിവ് പ്രകടിപ്പിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. രാമൻ കേവലം പരാശ്രയത്തിൽ ഒതുങ്ങുന്ന ഒരാളായി മാറും. രണ്ടാമത് ബാലി നേരെ പോയി രാവണനോട് പറഞ്ഞാൽ രാവണൻ സീതയെ വിട്ടുകൊടുക്കും. കാരണം പേടിയുള്ളത് കൊണ്ട് രാവണൻ വിട്ടുകൊടുക്കും. അങ്ങനെ വിട്ടുകൊടുത്ത് സീതയെ തിരിച്ചു കൊടുത്ത് രാവണൻ വന്നൊരു ക്ഷമ പറഞ്ഞാൽ, ക്ഷമ പറഞ്ഞ ആളിനെയും തെറ്റ് ചെയ്തത് തിരുത്തിയ ആളിനെയും പിന്നെ വധിക്കാൻ പറ്റുമോ? മനസ്സിലായില്ലേ? അപ്പം രാവണ വധം എന്നത് നടക്കാതെ പോകും. ആരുമായി സഖ്യം ചെയ്താൽ? ബാലിയുമായി സഖ്യം ചെയ്താൽ രാവണ വധം എന്നത് നടക്കാതെ. അപ്പോൾ തൻ്റെ അവതാര ഉദ്ദേശം നടന്നില്ല എന്ന് വരികയുണ്ടാവും. മനസ്സിലായില്ലേ? അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ പ്രധാനമായി രാവണനെ കൊല്ലുക എന്നുള്ളതാണ്, രാവണനോടൊപ്പമുള്ള ദുഷ്ടം. ആ അവതാര ഉദ്ദേശത്തിന് വിഘ്നം വരുത്തുന്ന അവസ്ഥയായി മാറും. കാരണം അവിടെ രാവണൻ അഭയം പ്രാപിച്ച് രാമൻ്റെ പാദത്തിൽ എത്തും. പക്ഷേ അപ്പോഴും ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ പിന്നെ കൊല്ലണ്ടല്ലോ, കൊല്ലാതിരിക്കാം. പക്ഷേ രാവണൻ നേരെ ഭഗവാന്റെ പാദത്തിൽ അഭയം തേടിയാലും രാവണൻ്റെ മനസ്സും പ്രവൃത്തിയും നന്നാവണമെന്നില്ല. മറ്റുള്ളവരോട്, മനസ്സിലായില്ലേ, മറ്റു സജ്ജനങ്ങളോട് രാവണൻ വീണ്ടും എന്ത് ചെയ്യാം? അധർമ്മം ചെയ്യാം. അതുകൊണ്ട് ഇവിടെ ബാലിയുമായിട്ടുള്ള സഖ്യത്തിനുള്ള സാധ്യത മാറ്റിവെച്ചു. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ഇവിടെ തനിക്കുണ്ടായതുപോലെ തന്നെ രാവണൻ എങ്ങനെയാണോ തെറ്റുകാരനായി സീതാപഹരണത്തിലൂടെ മാറിയത്, അതിന് തതുല്യമായ ഒരു തെറ്റും ആര് ചെയ്തിരിക്കുന്നു? ബാലി ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം തൻ്റെ കാര്യത്തിൽ മാത്രമാണോ നിയമം നോക്കേണ്ടത്? ആണോ? പ്രത്യേകിച്ചും രാമൻ ഭൂമിപാലകനായ രാജാവാണ്. അപ്പം തൻ്റെ കാര്യത്തിൽ നോക്കുന്നത് പോലെ തന്നെ നിയമം ഏത് കാര്യത്തിലും നോക്കണം? മറ്റുള്ളവരുടെ കാര്യത്തിലും നോക്കണം, സർവരുടെ കാര്യത്തിൽ നോക്കണം. കാരണം ഭരണാധികാരി ഒരിക്കലും ഒരു ഭാഗം മാത്രം പിടിക്കേണ്ട ആൾക്കാരല്ല. മനസ്സിലായില്ലേ? ഇന്നത്തെ കാലം വെച്ച് നമ്മൾ വിലയിരുത്തരുത്. ഇന്നത്തെ കാലത്തെ ഭരണാധികാരി അവർക്കും അവരുടെ കുടുംബത്തിൻ്റെയും ഭാഗം മാത്രമാണ് പിടിക്കുന്നത്. മനസ്സിലായില്ലേ?
വോട്ട് കുത്തേണ്ട സമയത്ത് മാത്രം നമ്മുടെ ഭാഗത്തോട്ട് വരും. വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായി, അവരുടെ പാടായി, അവരുടെ ഭാഗമായി, അവരുടെ സുഖമായി, അവരുടെ ജീവിതമായി. മനസ്സിലായോ? നമ്മളെ കൊടിയുടെ നിറവും മോഹന വാഗ്ദാനമൊക്കെ തന്ന് പണ്ട് തൊട്ടുള്ള പാരമ്പര്യമൊക്കെ പറഞ്ഞ് ആവേശം കൊള്ളിപ്പിച്ച് നമ്മളെ വഴിയാധാരവും പെരുവഴിയിലും വളരെ നിസ്സാരമായി ആക്കിയിട്ട് അവരവരെ പാട്ടിന് പോകും. ഇതാണ് ഇന്നത്തെ ഭരണാധികാരി. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ഭരണാധികാരികൾക്ക് ധർമ്മം എന്നൊന്ന് ഇല്ല. മനസ്സിലായില്ലേ? ധർമ്മവും നീതിയും എന്ന് പറയുന്ന ഒന്ന് ഇല്ല. ഏത് തരത്തിലും അത്തരത്തിൽ അഴിമതിയും പക്ഷപാതവും ഒക്കെ സ്വാഭാവികമാണ്. പണ്ട് അങ്ങനെയല്ല. സ്വാഭാവികമായി തന്നെ ഒരു നിയമത്തെയും ഭയക്കാതെ തന്നെ ധർമ്മത്തെ പാലിക്കുന്നവരായിരുന്നു പണ്ടുള്ളത്. അപ്പോൾ ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പത്നിയായ സീതയെ അല്ലേ ആരാ അപഹരിച്ചു? രാവണൻ അപഹരിച്ചു. ഇതുപോലെ ഒരു അവസ്ഥയിലെ സുഗ്രീവൻ്റെതും. സുഗ്രീവൻ്റെ പത്നിയായ രുമയെ അപഹരിച്ചു? ബാലി അപഹരിച്ചു. അപ്പോൾ ബാലി അക്ഷരാർത്ഥത്തിൽ രാവണന് തുല്യനായ തെറ്റുകാരൻ തന്നെയല്ലേ? അനുജൻ്റെ ഭാര്യ, ഇത് മറ്റൊരാളുടെ ഭാര്യ, അനുജനാണെങ്കിലും മറ്റൊരാൾ. ഇനി അനുജൻ്റെ ഭാര്യയാണെങ്കിൽ മറ്റൊരാളെ ഭാര്യയേക്കാൾ കുറെ കൂടി, മനസ്സിലായില്ലേ, ധാർമ്മിക പ്രശ്നം വരും. രാവണനെ സംബന്ധിച്ചോളം മറ്റൊരാളുടെ ഭാര്യയാണ് അപഹരിച്ചത്, രാമൻ്റെ ഭാര്യയെ അപഹരിച്ചു. ഇവിടെ അനുജൻ്റെ ഭാര്യയാകുമ്പോഴോ, അനുജൻ എന്ന് പറയുമ്പോൾ അനുജന് പുത്രൻ എന്നൊരു സങ്കല്പമുണ്ട്. മനസ്സിലായില്ലേ? അനുജൻ ജ്യേഷ്ഠനെ സംബന്ധിച്ചോളം പുത്രൻ്റെ സ്ഥാനത്തുമാണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഗൃഹനാഥനായിട്ടുള്ള നമ്മുടെ അച്ഛൻ മരണപ്പെട്ടാൽ പിന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് നമ്മൾ കാണുന്ന ആരായിരിക്കും? മൂത്ത ജ്യേഷ്ഠനെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ജ്യേഷ്ഠന് എപ്പോഴും ഒരു സംരക്ഷകൻ എന്നുള്ള അർത്ഥത്തിൽ പിതാവിൻ്റെ സ്ഥാനം കൽപ്പിക്കാറുണ്ട്. അപ്പോൾ അനുജന് പുത്രൻ്റെ സ്ഥാനമുണ്ട്. അനുജൻ്റെ ഭാര്യയാകുമ്പോൾ മകള് എന്ന സങ്കല്പത്തിലാണ് കാണേണ്ടത്. മനസ്സിലായില്ലേ? ഈ സങ്കല്പത്തെയൊക്കെ മാറ്റിക്കൊണ്ടാണ് ബാലി ഈ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവണനെ വധിക്കുമ്പോൾ രാവണന് തുല്യനായ തെറ്റ്, മനസ്സിലായില്ലേ, ആ തുല്യമായ തെറ്റ് ചെയ്തിട്ടുള്ള ബാലിയെ നിഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ബാലിയുമായി സഖ്യം ചേർന്നാലോ? സഖ്യം ചേർന്ന ബാലിയുമായി സഖ്യം ചേരുമ്പോൾ സുഗ്രീവൻ്റെ ഭാര്യയെ അപഹരിച്ച ബാലിയെ ന്യായീകരിക്കുന്നതിന് തുല്യമാവും. മനസ്സിലായോ? അപ്പോൾ രാവണൻ തെറ്റുകാരനും ഇപ്പുറത്ത് അതേ കുറ്റം തന്നെ ചെയ്തിട്ടുള്ള ബാലി തെറ്റുകാരനല്ല എന്നൊരു ഭാഗം ഉയർന്നു വരും. അത് ഉണ്ടാവാൻ പാടില്ല. തുല്യമായ തെറ്റുകൾക്ക് തുല്യമായ ശിക്ഷ തന്നെ വിധിക്കപ്പെടണം. പിന്നെ അവിടെ ആകെയുള്ളൊരു പ്രശ്നം മുമ്പേ പറഞ്ഞതുപോലെ നേരിട്ട് നിന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം ബാലി വാങ്ങിയ വരം കൊണ്ടാണ്. ബാലിക്ക് ഒരാളുടെ കയ്യാലും മരണമുണ്ടാകരുത് എന്ന മോഹം കൊണ്ട് ബാലി ഒരു വരം നേടി ബ്രഹ്മാവിൽ നിന്ന്, എന്നെ ആരും നേരിട്ട് നിന്ന് തോൽപ്പിക്കാൻ പാടില്ല. അപ്പം തന്നെ ബാലി ആ വാക്കിലൂടെ തന്നെ ഈ മരണം ചോദിച്ചു വാങ്ങണം. എന്താ? മറഞ്ഞു നിന്ന് വേണം എന്നെ കൊല്ലാൻ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒത്തുചേരുമ്പോഴാണ് അവിടെ ബാലിയുടെ വധം നടത്തപ്പെടുന്നത്. അവിടുത്തെ ധർമ്മനീതി ഇനിയിപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ ബാലി വധം തെറ്റാണെന്ന്? മനസ്സിലായില്ലേ? ഏതിൻ്റെയും ഉള്ളിലേക്ക് കടന്നു ചെന്ന് നമ്മൾ അവിടുത്തെ ധാർമ്മികമായ വിഷയത്തെ ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങളെ ബോധ്യപ്പെടും.